ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പിന്നെ ദീപാവലി ആയിരുന്നു അന്നത്തെ ഒരു ദിവസത്തെ നമ്മുടെ ആക്ടിവിറ്റീസാണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബി റിലേറ്റഡ് ഹാപ്പി ദീപാവലി. അപ്പം നല്ലൊരു കടലക്കറി വെക്കാമെന്ന് വിചാരിച്ചു. വറുത്തരച്ചിട്ടുള്ള കടലക്കറിയില്ലേ, അതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് കേട്ടോ. തേങ്ങ നന്നായിട്ട് വറുത്ത് അതിൽ നമ്മൾ വെളുത്തുള്ളിയും ഉള്ളിയും കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് കരിഞ്ഞു പോകാതെ എടുക്കണം കേട്ടോ. അപ്പോഴാണ് ടേസ്റ്റ് വരിക, അല്ലെങ്കിൽ കഴിച്ചു പോകും. അപ്പോൾ അത് ചൂടാറിയതിന് ശേഷം വേവിച്ച് വെച്ച കടലയിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ കൂടി ചേർക്കണമെന്നില്ല, എന്നാലും ഞാൻ ചെറുതായിട്ട് ചേർത്ത് കേട്ടോ. അത് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തു. അത് നമ്മൾ വേവിച്ച കടലയിലേക്ക് ചേർത്തിട്ട് നമ്മൾ വീണ്ടും തിളപ്പിക്കാൻ വെച്ചു, ഒന്ന് കുറുക്കാനായിട്ടും. ആ സമയം കൊണ്ട് തന്നെ വളരെ കുറച്ച് എണ്ണയിൽ കുറച്ച് സവാളയും എല്ലാ ഐറ്റംസും, അതായത് ഇഞ്ചി, പച്ചമുളക്, വേപ്പില, തക്കാളി എല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റി നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ കടല വേവിച്ച് കുറുക്കി വെച്ച കടല ചേർത്ത് കേട്ടോ. ഒരു 2 മിനിറ്റ്സ് അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടോ. കൂടെ കഴിക്കാനുള്ള പുട്ടും സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായ വയ്ക്കാൻ വിചാരിച്ചിട്ട് നമ്മൾ പാലൊക്കെ ഒഴിച്ച് ചായ റെഡിയാക്കണം കേട്ടോ. അപ്പം മലയാളികൾക്കെന്നല്ല, ഓൾമോസ്റ്റ് എല്ലാവർക്കും ചായ ഒരു നിർബന്ധമുള്ള കാര്യമാണല്ലേ. ചായ ഇഷ്ടമില്ലാത്തവർ വളരെ കുറവായിരിക്കും. കോഫി, എന്തെങ്കിലും ഒരു ഡ്രിങ്ക് നിർബന്ധമായിരിക്കും എല്ലാവർക്കും. അപ്പോൾ നമുക്ക് ഫുഡ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പുട്ടും നല്ല കുറുകിയ വറുത്തരച്ച കടലക്കറി പ്ലേറ്റിലേക്ക് വിളമ്പാണ് കേട്ടോ. അപ്പോൾ കൂടെ ഒരു പപ്പടം ഉണ്ട്, പിന്നെ പഴം ഉണ്ട് കേട്ടോ, റോബസ്റ്റ് കേട്ടോ. അതെടുത്തില്ലേ, കാരണം അത് സ്പൈസി ആയിട്ടൊരു കറിയുള്ളപ്പോൾ മാത്രം വേണ്ട വെച്ച് ചായയൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തീർത്ത് നമ്മൾ പോവാണ് കേട്ടോ. നമുക്കൊന്നൊരു മാരേജ് ഉണ്ട്, അപ്പോൾ അതിന് പോവാട്ടോ, ഫാമിലിയായിട്ട് പോവാണ്. അപ്പോൾ നമ്മളവിടെ എത്തി. നമ്മുടെ കുറച്ച് മോളുടെയും ഞങ്ങളുടെയൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. ഞങ്ങൾ ചിലപ്പോഴേക്കും കല്യാണ പാർട്ടീസ് പോയിട്ടു, കാരണം നമുക്ക് വേറൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തേക്കും കുറച്ച് ലേറ്റായി. അങ്ങനെ അവിടെ വെച്ച് മോൻ്റെ ഒരു കുസൃതികളും മോളുടെ ഒരു കളിയും ചിരിയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്തു. പിന്നെ റിലേറ്റീവ്സൊക്കെ ഉണ്ട്, അവരുടെ ഒന്നും ഫോട്ടോ എടുത്തില്ല. നമ്മൾ ചിലപ്പോൾ അവർക്ക് നമ്മളിങ്ങനെ പബ്ലിക് പോസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അതുകൊണ്ട് നമ്മുടെ മാത്രം വീഡിയോസ് ഇട്ടപ്പോൾ അതിൻ്റെ ഒരു കൊച്ചു വന്നിട്ട് ഉമ്മയൊക്കെ കൊടുത്തുവിട്ടാണ് എൻ്റെ മോന്. അപ്പോൾ അവനത് എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോകും കേട്ടോ. അപ്പോൾ നമ്മൾ മോളെ കൊണ്ടിട്ട് ലുലുവിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് അവിടുത്തെ ഗെയിമും കുറച്ച് റൈഡിലൊക്കെ കയറ്റാനായിട്ട് വന്ന്. ദീപാവലി ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ വൈമാളിയിൽ കയറി നമ്മൾ മൊത്തം എല്ലാവരുടെയും ചെയ്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ നമ്മൾ ഫുഡൊക്കെ എൻജോയ് ചെയ്തു. ഫുഡ് കോർട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ മോൾക്ക് നമ്മൾ കുറച്ച് ടിക്കൊക്കെ എടുത്തത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഫാമിലി ആയിട്ടുള്ളത്. അങ്ങനെ ഒരു നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ, നല്ലൊരു ചിൽ ഡേ ആയിരുന്നു. മോള് ഭയങ്കര ഹാപ്പി ആയിരുന്നു, കാരണം ആൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോകാൻ പറ്റി, ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ പറ്റി. അപ്പം മോൻ വിചാരിച്ചത്ര വിളമ്പൊന്നും ഉണ്ടാകുന്നില്ല, അവൻ എൻജോയ് ചെയ്തിട്ടാണ് നല്ല ഹാപ്പി ആയിരുന്നു. ആളും പുതിയ ഒരു സ്ഥലം കാണുമ്പോൾ വീട്ടിൽ നിന്നുള്ള മാറിയിട്ടൊരു അറ്റ്മോസ്ഫിയർ അല്ലേ, അപ്പോൾ ആൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മൾ റൈഡിൻ്റെ അവിടെ പോയിട്ടാണ്. അപ്പോൾ ആൾക്ക് ഇഷ്ടമുള്ള 2-3 ഗെയിമിലേക്ക് നമ്മൾ കയറ്റി. ബാക്കി പോയിൻറ്റ്സ് നമ്മൾ സൂക്ഷിച്ച് വെച്ച് നെക്സ്റ്റ് ടൈം പോകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൾക്ക് ഫസ്റ്റിലേക്കാണ് ആഗ്രഹം, പക്ഷേ അതിൽ ബെൽറ്റിന് എന്തോ നീളം കുറവാണോ കൂടുതലാണോ അങ്ങനെ എന്തോ ഇഷ്യൂ പറഞ്ഞിട്ട് അയാൾ നെക്സ്റ്റിൽ കയറിയിരുന്നു അപ്പം. അങ്ങനെ അവളും എൻജോയ് ചെയ്തു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങളവിടെ പോസ്റ്റായിട്ട് അവളുടെ ഗെയിം കഴിയുന്നവരെ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിന്നു കേട്ടോ. വൈമാളി കയറിയപ്പോൾ തൊട്ട് വാശിയായിരുന്നു അവൾക്ക്, എനിക്ക് ഗെയിം കളിക്കാൻ പോകണം പറഞ്ഞിട്ട്. പിന്നെ ആൾ കാറിൽ കയറി, ബൈക്കിൽ കയറി, പിന്നെ 2-3 സ്ഥലത്തും കൂടി കയറി. പക്ഷെ നമ്മളതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം മോനെൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ ആൾ കുറച്ച് ലാസ്റ്റായി തുടങ്ങിയപ്പോൾ കുറച്ച് അലമ്പായി. ആൾ പോസ്റ്റാണല്ലോ, അപ്പോൾ അവന് ചെറിയ വാശിയായിരുന്നു. അങ്ങനെ നമ്മളവിടെ നിന്ന് പോന്നു കേട്ടോ. നമ്മൾ സാധനങ്ങൾ വാങ്ങിയതിൻ്റെ കൂടെ നമ്മളൊരു പിസ്സ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എന്തോ ഡ്രാഗൺ ചിക്കൻ പിസ്സ അങ്ങനെ എന്തായാലും വെജിറ്റബിളാണ് നോക്കിയത്, പക്ഷെ അത് തീർന്നു പോയി. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ. വാങ്ങി നമ്മൾ ജസ്റ്റ് ഹീറ്റ് ചെയ്തെടുത്തിട്ട് നമ്മളെല്ലാവരും രാത്രി കഴിച്ചു കേട്ടോ.
പക്ഷെ അത്ര വിചാരിച്ചത്ര ടേസ്റ്റ് തോന്നിയില്ല കേട്ടോ. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനമൊക്കെ. പക്ഷേ ആൾ വരെ സുനിൽ പറഞ്ഞു മേ ബി ഒത്തിരി ഫുഡ് വേറെ കഴിച്ചുകൊണ്ടായിരിക്കും ആൾക്കും അത്ര വലിയ ടേസ്റ്റി ആയിട്ട് തോന്നിയില്ല. ആ മോളല്ലെങ്കിൽ ഒത്തിരി കഴിക്കുന്നതാണ്, 2 പീസെങ്കിലും കഴിക്കുന്നത്. പക്ഷേ ഇതിൽ ഒരു പീസിന് വൃത്തിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ളത് ഒരു ദിവസം. ബൈ.